ശ്രീമദ് നാരായണീയം ദശകം 7 2 ശ്ലോകങ്ങളാണ് പറഞ്ഞത്. സൃഷ്ടിയുടെ ആരംഭമാണ്. ബ്രഹ്മാവിനെ ഭഗവാൻ സൃഷ്ടിച്ചു. ഭഗവാന്റെ അംശമായി തന്നെ സത്യലോകത്ത് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു എന്നല്ലേ പറഞ്ഞത്. ഇനി ആ ബ്രഹ്മാവിനെ സൃഷ്ടി ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ടായി. തനിക്ക് സൃഷ്ടി ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളത് രജോ ഗുണ പ്രാധാന്യം കൊണ്ട് ബ്രഹ്മാവിന് തോന്നി, അങ്ങനെ ആഗ്രഹിച്ചു. പക്ഷേ കഴിഞ്ഞ കൽപ്പത്തിൽ എന്താണ് ചെയ്തത്, എങ്ങനെയൊക്കെയുള്ള സൃഷ്ടികളാണ് നടത്തിയത് എന്നൊന്നും ഓർമ്മയിൽ വന്നില്ല, അറിവുണ്ടായില്ല. എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല. അപ്പോൾ ദുഃഖിതനായിട്ടുള്ള ബ്രഹ്മാവ് ഭഗവാനെ ചിന്തിച്ചു. ആ സമയത്ത് തപ എന്ന ഒരു ശബ്ദം ഇങ്ങനെ ആകാശത്തിൽ മുഴങ്ങി. അതായത് തപസ് ചെയ്യൂ ബ്രഹ്മാവേ, തപസ് ചെയ്യൂ എന്നുള്ള ആ ഒരു കാര്യം ബ്രഹ്മാവിന് മനസ്സിലായി. ഈ ശ്ലോകത്തിൽ പറയുന്നത് എവിടെ നിന്നാണ് ഈ ശബ്ദം കേട്ടത് എന്ന് ബ്രഹ്മാവിന് വലിയ സംശയമായി. 4 ഭാഗത്തേക്കും നോക്കി. അങ്ങനെയാണ് ഇത്ര ബ്രഹ്മാവിന് 4 തലയുണ്ടായത്. ബ്രഹ്മാവ് ആദ്യം തന്നെ തൻ്റെ ഇരിപ്പിടം അതുമാത്രമേ കാണാനുള്ളൂ നോക്കി. അപ്പോൾ താമരപ്പൂവ്, വലിയൊരു താമരപ്പൂവ് കണ്ടു. പക്ഷേ ചുറ്റുഭാഗത്തും വേറെ ആരെയും കാണാനില്ല, ഒന്നിനെയും കാണാനില്ല. അപ്പോൾ എവിടെ നിന്നാണ് ഈ ശബ്ദം എന്ന് വലിയ വിഷമായി. അങ്ങനെ താമര തണ്ടിലൂടെ കുറേ താഴത്തേക്ക് പോയി, ഒന്നും കണ്ടില്ല. മുകളിലേക്ക് തന്നെ വന്നു, ചുറ്റുഭാഗത്തും നോക്കി, വെള്ളത്തിനുള്ളിലേക്ക് ഇറങ്ങി നോക്കി. ഇതൊക്കെ ഭാഗവതത്തിലുള്ളതാണ്. പക്ഷേ ഒന്നും കണ്ടില്ല. അവസാനം മനസ്സിലായി, ഇപ്പോൾ എന്താ കേട്ട ശബ്ദം? തപ, അതിനെക്കുറിച്ച് തപസ് ചെയ്യാം, അപ്പോൾ തന്നെ ധ്യാനിക്കാം, അപ്പോൾ തനിക്കൊരു ഉത്തരം കിട്ടും എന്ന് മനസ്സിലായിട്ട് അനേക കാലം തപസ് ചെയ്യാണ്. ആ ദിവ്യമായിട്ടുള്ള ശബ്ദം ആരാണോ പറഞ്ഞത് ആ രൂപത്തെ കാണാൻ സാധിക്കണേ എന്നുള്ള വിചാരത്തോടു കൂടി തപസ് ചെയ്യാണ്. നമുക്ക് 3-ാമത്തെ ശ്ലോകം നോക്കാം. കോ അസൗ മാം അവദത് പുമാനിധി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷുദ്വീക്ഷ്യ കിമപ്യനീക്ഷിതവദാ വാക്യാർത്ഥമുത്പശ്യതാ ദിവ്യം വർഷസഹസ്രമാത്തതപസാ തേന ത്വമാരാധിത തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേകാദ്ഭുതം. വാക്കുകളുടെ അർത്ഥം നോക്കാം. കോ അസൗ, ആരാണ്, ഏതൊരാളാണ്, മാം, എന്നോട്, അവദത്, ഇങ്ങനെ പറഞ്ഞത്. ആരാണ് എന്നോട് തപ എന്ന് പറഞ്ഞത്? പുമാൻ, ഏതൊരു പുരുഷനാണ്, ഏതൊരാളാണ് എന്നോടിങ്ങനെ പറഞ്ഞത്. ഇതി ജലാപൂർണേ ജഗന്മണ്ഡലേ, പ്രളയജലം മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിൽ ആരാണ് എന്നോടിങ്ങനെ പറഞ്ഞത് എന്നറിയാനായിട്ട് ദിക്ഷുദ്വീക്ഷ്യ, ചുറ്റുഭാഗത്തേക്കും ബ്രഹ്മാവ് നോക്കി. കിമപി അനീക്ഷിതവദ, ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല. താൻ കേട്ട വാക്കിൻ്റെ അർത്ഥം ആലോചിച്ചു. അപ്പോൾ മനസ്സിലായി, ഭഗവാൻ തന്നെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. തപസ് ചെയ്യൂ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതിനുശേഷം എന്ത് ചെയ്തു? ദിവ്യം വർഷസഹസ്രമാത്തതപസ, ദിവ്യവർഷങ്ങൾ, സഹസ്ര സംവത്സരങ്ങൾ, 1000 ദിവ്യ സംവത്സരമാണ് തപസ് ചെയ്തത്. ഒരു ദിവ്യവർഷം അല്ലെങ്കിൽ ദേവന്മാരുടെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ നമ്മളുടെ 360 വർഷമാണ്. അപ്പോൾ 1000 വർഷം ബ്രഹ്മാവ് തപസ് ചെയ്തത് എത്ര കാലമായിരിക്കും? 3,60,000 വർഷങ്ങളാണ്. അത്രയും കാലം ആത്തതപസ, നല്ല ശ്രദ്ധയോടുകൂടി അദ്ദേഹം തപസ് ചെയ്തു. തേന ത്വം ആരാധിത, തേന, ആ കഠിനമായ ധ്യാനം കൊണ്ട് അല്ലെങ്കിൽ തപസ്സിനാൽ ഭഗവാൻ, ത്വം ആരാധിത, ഭഗവാനെ, ഗുരുവായൂരപ്പ, അങ്ങയെ ആ ബ്രഹ്മാവ് ആരാധിച്ചുല്ലോ. തസ്മൈ ദർശിതവാനസി സ്വനിലയം, അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? സ്വനിലയം, തൻ്റെ ആസ്ഥാനമായിട്ടുള്ള വൈകുണ്ഠത്തിനെ ആ ബ്രഹ്മാവിനെ ദർശിതവാനസി, കാണിച്ചു കൊടുത്തു. സ്വനിലയം വൈകുണ്ഠം എന്നുള്ള ആ സ്ഥാനത്തെ ബ്രഹ്മാവ് നന്നായിട്ട് കണ്ടു. അപ്പോഴും ഭഗവാനെ കണ്ടിട്ടില്ല.
ഭഗവാന്റെ ലോകം വൈകുണ്ഠ ലോകത്തിനെ കാണിച്ചു കൊടുത്തു. ഏക അദ്ഭുതം, അത് ആശ്ചര്യകരം തന്നെയാണ്. കൂടുതൽ പറയാൻ പറ്റില്ല, വാക്കുകൾ പോരാ അത് പറയാൻ. അത്രയ്ക്കും അത്ഭുതകരമായ ആ വൈകുണ്ഠ ലോകത്തിനെ ഭഗവാൻ ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു. ആശ്ചര്യങ്ങളിൽ വെച്ച് ആശ്ചര്യമായിട്ടുള്ള പരമാത്മാവിൻ്റെ വാസസ്ഥാനമാണല്ലോ വൈകുണ്ഠം. അപ്പോൾ അത് ആശ്ചര്യമാവാതിരിക്കാൻ വഴിയില്ലല്ലോ. ആ പരമാത്മാവിൻ്റെ അംശമായിട്ടുള്ള ജീവാത്മാവ് നമ്മളുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നുണ്ടല്ലോ. ആ ആത്മാവിനെ, ജീവാത്മാവിനെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട്, 2-ാമത്തെ അധ്യായത്തിൽ, ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തഥൈവ ചാന്യ ആശ്ചര്യവച്ച ഏനമനുശൃണോതി ശ്രുത്വാപി ഏനം വേദന ചൈവ കശ്ചിത് എന്ന് പറയുന്നുണ്ട്. അതായത് ആത്മാവിനെ, ജീവാത്മാവിനെ കുറച്ചെങ്കിലും അറിയുമ്പോൾ സകലർക്കും ആശ്ചര്യം, വലിയ ആശ്ചര്യമാണ്. ചിലരതിനെ ഒരു വലിയ അത്ഭുത വസ്തുവായിട്ട് കാണുന്നു, മറ്റു ചിലർ അത്ഭുത വസ്തുവായിട്ട് വിവരിക്കുന്നു, ചിലരതിനെ കേൾക്കുന്നു. എന്തൊക്കെ തന്നെ ആയാലും ആ ആശ്ചര്യം അവിടെ നിലനിൽക്കും എന്നല്ലാതെ അതിനെ പൂർണ്ണമായിട്ട് അറിയാൻ ആർക്കും സാധിക്കില്ല എന്ന്. ആ ജീവാത്മാവ് ഏതിൻ്റെ അംശമാണോ, നദി സമുദ്രത്തിൻ്റെ എന്നതുപോലെ സമുദ്രത്തിലേക്ക് ചേരാൻ ഓടുന്നത് പോലെ, വെമ്പൽ കൊള്ളുന്നത് പോലെ ആ പരമാത്മാവായ ഭഗവാനിൽ ലയിക്കാനാണ് ജീവാത്മാവിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ വാസസ്ഥാനത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പം ശ്ലോകം ഒന്നും കൂടി നോക്കാം. കോ അസൗ മാം അവദത്, ആരാണ് എന്നോടിങ്ങനെ പറഞ്ഞത്? തബ തബ എന്ന ശബ്ദം ഞാൻ കേട്ടു. ആരാണിത് പറഞ്ഞത്? പുമാൻ ഇതി, ഇങ്ങനെ പറഞ്ഞ ആ പുരുഷൻ ആരാണ്? ജലാപൂർണേ ജഗന്മണ്ഡലെ, ചുറ്റും ഞാൻ നോക്കിയപ്പോൾ ഈ ജഗത്ത് മുഴുവനും ജലം നിറഞ്ഞിരിക്കുന്നതായിട്ട്, പ്രളയജലം നിറഞ്ഞിരിക്കുന്നതായിട്ട് മാത്രമേ എനിക്ക് കാണാനുള്ളൂ. ദിക്ഷു ഉദ്വീക്ഷ്യ, ചുറ്റുപാടും ഞാൻ നോക്കി. കിമബി അനീക്ഷിതവത, ഒന്നും തന്നെ, കിമബി എന്ന് പറഞ്ഞാൽ ഒന്നും, യാതൊന്നും തന്നെ അനീക്ഷിതം, കാണാനായിട്ട് സാധിച്ചില്ല. വാക്യാർത്ഥമുത്പശ്യത, അങ്ങനെ എനിക്ക് മനസ്സിലായി, ബ്രഹ്മാവിന് മനസ്സിലായി. ഈ വാക്ക് പറഞ്ഞുവല്ലോ, അതിപ്പോൾ അവിടെ വാക്യം എന്ന് പറഞ്ഞാൽ തപ എന്ന് മാത്രമേ പറഞ്ഞുള്ളെങ്കിലും ബ്രഹ്മാവേ അങ്ങ് തപസ് ചെയ്യൂ എന്നുള്ള ആ വാക്യം, അതിൻ്റെ അർത്ഥത്തെ നന്നായിട്ട് ആലോചിച്ചപ്പോൾ ബ്രഹ്മാവിന് മനസ്സിലായി. തപസ് ചെയ്യൂ, ധ്യാനിക്കൂ, അപ്പോൾ ഉത്തരം കിട്ടും എന്നാണ് അതിൻ്റെ അർത്ഥം എന്നുള്ള കാര്യം. അപ്പോൾ ബ്രഹ്മാവ് ദിവ്യം വർഷസഹസ്രം, 1000 ദിവ്യവർഷങ്ങൾ തപസ് ചെയ്തു. തപസ്സ, വളരെ ശ്രദ്ധയോടുകൂടി തപസ് ചെയ്തു. തേന ത്വം ആരാധിത, അങ്ങനെയുള്ള ആ തപസ്സുകൊണ്ട് ഭഗവാനെ അങ്ങയെ ആരാധിച്ചില്ലേ? തസ്മൈ ദർശിതവാനസി, അപ്പോൾ ചെയ്യേണ്ട കാര്യം ബ്രഹ്മാവ് വേണ്ടതുപോലെ ചെയ്തപ്പോൾ, ദർശിതവാനസി സ്വനിലയം, താൻ ഇരിക്കുന്ന ലോകം ആദ്യമായിട്ട് ബ്രഹ്മാവിന് ഭഗവാൻ കാണിച്ചു കൊടുത്തു. അതാണ് വൈകുണ്ഠം. അത് വൈകുണ്ഠമേക അത്ഭുതം, ഏറ്റവും വലിയ അത്ഭുതം തന്നെയാണ് വൈകുണ്ഠലോകം എന്ന് ബ്രഹ്മാവ് മനസ്സിലാക്കി. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ പരിഹരിക്കണം എന്ന് നമ്മൾ കഠിനമായി ആഗ്രഹിച്ചുകൊണ്ട് ഭഗവാനിൽ സ്വയം സമർപ്പിക്കുകയും അതിനായി ധ്യാനിക്കുക, അല്ലെങ്കിൽ ഭഗവാനെ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ ഭഗവാൻ തന്നെയല്ലേ നമ്മളുടെ ഉള്ളിൽ അന്തര്യാമിയായിട്ടിരിക്കുന്നത്. ആ ഉള്ളിൽ നിന്ന് തന്നെ അതിനുള്ള ഉത്തരം കിട്ടും. ഇനിയിപ്പോൾ അത്ഭുതം എന്ന് പറഞ്ഞല്ലോ. എന്താണ് അത്ഭുതം എന്നാണ് 4-ാമത്തെ ശ്ലോകത്തിലെ അത്ഭുതകരമായിട്ടുള്ള കാര്യം 3 ശ്ലോകങ്ങളിൽ പറയാണ്. 4-ാമത്തെ ശ്ലോകം കൂടി നോക്കാം. മായായത്ര കഥാഭിനോ വികുരുതേ ഭാതേ ജഗദ്ഭ്യോ ബഹി ശോകക്രോധ വിമോഹ സാധ്വസമുഖ ഭാവാസ്തു ദൂരം ഗതാ സാന്ദ്രാനന്ദച്ഛരീചയത്ര പരമ ജ്യോതിപ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ. മായയുടെ 1-ാമത്തെ ഗുണം ഞാൻ, എൻ്റെ എന്നുള്ള ആ ബോധമാണ്. അങ്ങനെയുള്ളതൊന്നും വൈകുണ്ഠത്തിലില്ല. സർവത്ര സമബുദ്ധിയാണ്. എല്ലാവരോടും എല്ലാവർക്കും ഒരേപോലെയുള്ള ഭാവങ്ങളാണ്.
പിന്നെ അവിടെ സങ്കടമില്ല, മോഹമില്ല, ക്രോധമില്ല, ഒന്നുമില്ല. അത് അങ്ങനത്തെ വികാരങ്ങളൊന്നും അവിടെ ഇല്ല. എപ്പോഴും സാന്ദ്രമായിട്ടുള്ള ആനന്ദം മാത്രമാണ് അവിടെ. സൂര്യനോ ചന്ദ്രനോ അഗ്നിയോ ഒന്നുമില്ല പ്രകാശിക്കാൻ. എങ്കിലും അവിടെ എപ്പോഴും പരമമായിട്ടുള്ള ഒരു തേജസ് നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അങ്ങനെയുള്ള അവിടുത്തെ ആ വൈകുണ്ഠലോകം വാണരുളട്ടെ, വാണരുളുന്നു എന്നാണ്. മായാ തത്ര കഥാപി നോ വികുരുതേ. തത്ര ആ വൈകുണ്ഠലോകത്തിൽ മായ എന്ന ആ ശക്തി കഥാപി ഒരിക്കലും ന വികുരുതേ പ്രവർത്തിക്കുന്നതേയില്ല. മായ വരുമ്പോഴാണ് ആ വികുരുതേ വികാരം ഉണ്ടാകുമ്പോഴാണ് ഭേദബുദ്ധി, അഹങ്കാരം ഒക്കെ തോന്നുക. അതൊന്നും അവിടെ ഇല്ല. ന വികുരുതേ എന്നാണ്. മായ അവിടെ പ്രവർത്തിക്കുന്നില്ല. ഭാതേ ജഗദ്ഭ്യോ ബഹി 14 ലോകങ്ങളാകുന്ന ഈ ജഗത്തിനും അപ്പുറത്താണ്, മുകളിലായിട്ടാണ് ഈ ലോകമുള്ളത്. ബ്രഹ്മാണ്ടം ആകുന്ന 14 ലോകത്തിനെയും മുകളിലായിട്ടാണ് ഭാതേ എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നത്. ജഗത്തുകളുടെ അല്ലെങ്കിൽ 14 ലോകത്തിൻ്റെയും ബഹി പുറമെ മുകളിൽ ആയിട്ട് ഈ വൈകുണ്ഠലോകം പ്രകാശിക്കുന്നു. അവിടെ മായ ഇല്ല. മായ എത്ര കഥാപി നോ വികുരുതേ ഭാതേ ജഗദ്ഭ്യോ ബഹി 14 ലോകത്തിൻ്റെയും മുകളിൽ അത് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു ഈ വൈകുണ്ഠലോകം. ശോകക്രോധ വിമോഹ സാധ്വസമുഖ ഭാവാസ്തു ദൂരം ഗത. ശോകമാവട്ടെ, ക്രോധമാവട്ടെ, മോഹങ്ങൾ, തെറ്റിദ്ധാരണകൾ, അങ്ങനെയുള്ള വികാരങ്ങളാകട്ടെ, സാധ്വസം എന്ന് പറഞ്ഞാൽ ഭയം, ഭയമാകട്ടെ, മുഖ എന്ന് തുടങ്ങിയ എന്നുള്ള പലതരത്തിലുള്ള എല്ലാ വികാരങ്ങൾക്കും അവിടെ യാതൊരു സ്ഥാനമില്ല. അതൊക്കെ എവിടെയാണ്? ഭാവാസ്തു ദൂരം ഗത. അങ്ങനെയുള്ള മനോഭാവങ്ങളൊക്കെ ദൂരെയാണ്, വൈകുണ്ഠത്തിലില്ല. പിന്നെ എന്താണുള്ളത്? സാന്ദ്രാനന്ദച്ഛരി. എപ്പോഴും അവിടെ സന്തോഷം, മഹാ ആനന്ദം, പരമാനന്ദ പ്രവാഹണച്ഛരി എന്ന് പറഞ്ഞാൽ ഒഴുക്ക്, പ്രവാഹം, പരമാനന്ദം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. എത്ര പരമജ്യോതി പ്രകാശാത്മകേ. അപ്പോൾ പരമാനന്ദമുണ്ട്, പിന്നെ പരമമായിട്ടുള്ള ഒരു ജ്യോതിയുണ്ട്, ഒരു തേജസ് അവിടെ പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ് എപ്പോഴും. അവിടെ വിളക്കോ തീയോ സൂര്യനോ ചന്ദ്രനോ ഒന്നും വേണ്ട. ആ വൈകുണ്ഠത്തിന് സ്വയം പ്രകാശമുണ്ട്. തത്തേ ധാമ വിഭാവിതം. തത് തേ ധാമ, അങ്ങനെയുള്ള തേ അവിടത്തെ, ധാമം ആ വാസസ്ഥാനം, വിഭാവിതം ഭഗവാന്റെ ആ ഭംഗിയുള്ള ആ വാസസ്ഥാനം ബ്രഹ്മാവിനെ കാട്ടിക്കൊടുത്തു. വൈകുണ്ഠരൂപം, ആ വൈകുണ്ഠത്തിൻ്റെ രൂപം ഭഗവാനെ വിഭോ സർവശക്ത വിജയതേ, സദാ വിജയിക്കുമാറാകട്ടെ, അല്ലെങ്കിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഭഗവാന്റെ രൂപം കണ്ടിട്ടില്ലെങ്കിലും വാസസ്ഥാനമായിട്ടുള്ള വൈകുണ്ഠം കണ്ടു. ഏറ്റവും തേജോമയമാണത്, പരമാനന്ദം നിറഞ്ഞതാണ്. അങ്ങനെയുള്ള ആ വൈകുണ്ഠലോകം ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്തു. എന്തൊക്കെ അവിടെ ഇല്ലാത്ത? മായയില്ല, വികാരങ്ങളും ഒന്നുമില്ല, സങ്കടമൊന്നുമില്ല, എപ്പോഴും പരമാനന്ദമാണ്. അങ്ങനെയുള്ള വൈകുണ്ഠം സദാ വിജയിച്ചരുളുന്നു. അമ്പാടിയിലെ ഗോപികമാർ യശോദാദേവിയോട് വന്നിട്ട് പരാതി പറയുന്നുണ്ട്. അവിടുത്തെ മകൻ ഉണ്ണിക്കണ്ണനും കൂട്ടുകാരും കൂടി വന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വെണ്ണ മോഷ്ടിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വെളിച്ചമുണ്ടാവാതിരിക്കാൻ വേണ്ടി ജനലും വാതിലൊക്കെ അടച്ചിട്ടു, വിളക്കൊക്കെ അവിടെ നിന്ന് മാറ്റി വെച്ചു. എന്നിട്ടും ഈ കുട്ടി എങ്ങനെയാണിത് കാണണത്? യശോദേ, നീ അവനെ ആഭരണങ്ങൾ ഇത്ര അണിയിച്ചിട്ട് കൊണ്ടല്ലേ, അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഊരി വയ്ക്കൂ എന്ന് പറയും. അങ്ങനെ യശോദ അമ്മ എല്ലാം ഊരി വെച്ചു. പിറ്റേ ദിവസവും കണ്ണൻ വന്ന് വെണ്ണ എടുക്കുകയാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഈ ഭഗവാൻ ഉണ്ണിക്കണ്ണൻ കടക്കുമ്പോൾ തന്നെ അവിടെ മുഴുവനും പ്രകാശം നിറയുകയാണ് എന്നാണ്. അതുപോലെ ഈ വൈകുണ്ഠലോകത്തിലും മുഴുവൻ പ്രകാശമാണ്. കാരണം അവിടെ ഭഗവാൻ വാണരുളുന്ന സ്ഥലമാണ്. അവിടെ മറ്റൊരു സൂര്യനോ ചന്ദ്രനോ ഒന്നും ആവശ്യമില്ല. അവരൊക്കെ ജഗത്തിലല്ലേ ഉള്ളത്, ഇത് ജഗത്തിനും എത്രയോ മുകളിലല്ലേ. ശ്ലോകം ഒന്നും കൂടി വായിക്കാം. മായാ തത്ര കഥാപി നോ വികുരുതേ ഭാതേ ജഗദ്ഭ്യോ ബഹി ശോക ക്രോധ വിമോഹ സാധ്വസമുഖ
അങ്ങനെയുള്ള ശോകാവട്ടെ, ക്രോധാവട്ടെ, വിമോഹാവട്ടെ, ഭയമാകട്ടെ തുടങ്ങിയിട്ടുള്ള ഭാവങ്ങളൊക്കെ ദൂരെയാണ്. ഭാവാസ്തു ദൂരം ഗതാ സാന്ദ്രാനന്ദച്ഛരീ ച യത്ര പരമജ്യോതിപ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയദേ വൈകുണ്ഠരൂപം വിഭോ. അഞ്ചാമത്തെ ശ്ലോകം നാളെ പറയാം. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണമസ്തു.